ഞാനപ്പോൾ ഇന്നൊരു ഉണക്ക കൊഞ്ച് ഞാൻ കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കൊഞ്ച് ഞാനത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുവാണ്. ഇത് നമുക്ക് വെള്ളത്തിനകത്തിലേക്കിട്ട് വയ്ക്കാം. അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുക, അതിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുരിങ്ങയ്ക്കായും ചക്കക്കുരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ചട്ടിയിലിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പം ഞാനത് ഗ്യാസിൽ വെച്ചിരിക്കുവാണ് വേകാനായിട്ട്. അപ്പം ഞാൻ ഈ കൊഞ്ചിങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതുപോലെ കൊഞ്ച് ഓരോന്നും എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പണ്ടൊക്കെ ആൾക്കാരൊക്കെ ഇതിൽ ചിരട്ട പേപ്പർ ഇട്ടിട്ട് ചിരട്ടയിൽ ഇങ്ങനെ എൻ്റെ തല പൊടിച്ച് കളയുമായിരുന്നു. ഇനി കുറച്ചേ ഉള്ളതുകൊണ്ടേ അതിപ്പോൾ ഞാൻ ചിരട്ടയൊന്നും എടുത്തില്ല. അപ്പോൾ ഇതിങ്ങനെ എളുപ്പം ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉണക്ക കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കായും ഒക്കെ ഇട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ തേങ്ങ വറുത്ത് അരച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്, അന്നേരമാണ് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാനിത് ക്ലീൻ ആക്കിയിട്ട് വരാം. ഇവിടെ മുരിങ്ങയ്ക്കായും മാങ്ങയും ചക്കക്കുരും എല്ലാം വെന്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്ത് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് എടുത്തതാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ചൂടാറി കഴിയുന്ന ഉടനെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ തലയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വെള്ളത്തിനകത്തിട്ട് വെച്ചേക്കുവാണ്. ഒരു 10-20 മിനിറ്റോളം നമ്മളിങ്ങനെ ഇട്ട് വെക്കണം. അതിൽ കൊഞ്ച് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചെറിയ മൺതരി ഉണ്ട്. അത് പോകാനായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. കളറേ മാറി. അപ്പം ഞാൻ മിക്സിയുടെ ജാറിനകത്തിലേക്ക് നമ്മൾ ആ തേങ്ങ വറുത്തത് ആ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കിത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത് പകുതി വേകാറായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പൊട്ടറ്റോയും കൂടി ഇടുവാണ്. പൊട്ടറ്റോ ഇടുന്ന ഉടനെ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പൊട്ടറ്റോ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കറി കഷ്ണത്തിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ അരപ്പ് അരച്ചത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് തിളച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കൊഞ്ച് കഴുകി എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതാ അവിടെ ഇരുന്നിട്ട് വേകട്ടെ. ഈ ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടാം. ഞാൻ കടുകിട്ടു. അതിന് ശേഷം കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ കറിക്കകത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ ഉണക്കമീൻ കൊഞ്ച് കറി മാങ്ങായും മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും പൊട്ടറ്റോയും കൂടി ഇട്ടത് റെഡി ആയിട്ടുണ്ട്. അതിന് ഇച്ചിരി ഒന്ന് മോഡിഫൈ ചെയ്യണം. എനിക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളുടെ മല്ലിയില കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു. ബൈ.